ഏക സി പി ഐക്ക് ഒരു അയവ് വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ബിനോയ് വിശ്വം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം സി പി എമ്മിൻ്റെ സെക്രട്ടറി വരും, അദ്ദേഹം കൺവീനറാണ്, ഞങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കും, സുഹൃത്താണ്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി പി ഐ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഞങ്ങൾക്ക് ഉപപ്രതിപക്ഷ സ്ഥാനം കിട്ടിയേ കഴിയൂ എന്നുള്ള രീതിയിലായിരുന്നു സി പി ഐയുടെ നിലപാട്. പക്ഷെ ഇപ്പോൾ ഒരു മിതത്വം വന്നത് എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയതുകൊണ്ടായിരിക്കാം. ഈ നമ്മൾ കണ്ട വീഡിയോയുടെ തുടക്കം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന്റെ കാര്യത്തിൽ എന്തായി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ, എപ്പോഴും ഇതെന്തിനാ ചോദിക്കുന്നത് എന്നുള്ളൊരു നയത്തിലേക്ക് കാര്യം വരുന്നു. അപ്പം ആ സെന്റൻസോട് കൂടി എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവുകയാണ്. ഇപ്പോൾ അദ്ദേഹം ബിനോയ് വിശ്വം എന്നുള്ള വ്യക്തിയോട് എനിക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ബഹുമാനമാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ CPI എന്നും ഇടതുപക്ഷ ആശയങ്ങൾക്കൊപ്പമേ നിൽക്കുകയുള്ളൂ, ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, LDF ആശയങ്ങളാണ്, LDFിനോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തോട്. പക്ഷേ CPM എന്താണ് ചെയ്തത്? ഇപ്പോൾ PM ശ്രീ വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനമായിക്കോട്ടെ, ഈ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരു വലിയൊരു പോസ്റ്റ് അല്ല, ഒരു റൂം ഉണ്ടാകും, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ തവണ ഇതിന് മുമ്പത്തെ ഏതെങ്കിലും ഉപപ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്നൊന്നും നമുക്ക് അറിയ പോലും ഇല്ല. അങ്ങനെ ഒരു ചർച്ച ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റോ ഒന്നുമല്ല. പക്ഷെ അവർ എന്താണ് ആവശ്യപ്പെടുന്നത്? അവർ ആവശ്യപ്പെട്ടത് പ്രാതിനിധ്യമാണ്. CPI എന്നുള്ള ഇവരുടെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ CPIയെ എന്തുകൊണ്ട് ഇവർ ചേർത്ത് നിർത്തുന്നില്ല, അതിന് വേണ്ട പ്രാധാന്യം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ബിനോയ് വിശ്വമിനെ പോലുള്ള നേതാക്കൾ, CPIയിലെ നേതാക്കൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പദവി പോലും കൊടുക്കാൻ പറ്റാത്ത എന്ത് അസഹിഷ്ണുതയിലൂടെയാണ് CPM കടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. അത് CPM-നെ സംബന്ധിച്ച് CPM ഒരു സാധനവും മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. കാരണം CPM-ഉം CPI-യും രണ്ട് വഴിയിലൂടെ വളർന്നു വന്നവരാണ്. രണ്ടു പേർക്കും കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ടായിരുന്നു. രണ്ടുപേരും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ CPM-ൻ്റെ തണലിൽ വളർന്നു വരുന്ന ഒരു തണൽ വൃക്ഷമായിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ CPM-നെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ CPM അതിനെ കണ്ടിട്ടുള്ളത്. അതെ, CPM അങ്ങനെയാണ് വിലയിരുത്തുന്നത്. പക്ഷെ നമ്മൾ പൊതുജനത്തോട് സംസാരിക്കുകയാണെങ്കിൽ CPM-ന്റെ ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് വലിയ മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും CPIക്ക് അവരുടേതായ സ്റ്റാൻഡുണ്ട്, അവരുടേതായ നിലപാടുണ്ട്, നിലവാരമുണ്ടെന്നാണ് പൊതുജനത്തിന്റെ അഭിപ്രായം. നമ്മൾ പുറത്തിറങ്ങി സംസാരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെയാണ്. ഇടതുപക്ഷ മൂല്യങ്ങൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെ മൂല്യങ്ങളാണ് താഴെ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി CPI നമുക്ക് മുകളിൽ വളരുമോ എന്നുള്ളൊരു ഭയമാണോ CPM-നെ ഇത് ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് PM ശ്രീ വിഷയം. എനിക്ക് തോന്നുന്നു CPI ഏറ്റവും ആദ്യം വലിയ രീതിയിൽ പ്രതിഷേധവുമായി ഈ പറഞ്ഞ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇനി നടക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് PM ശ്രീ വിഷയമായിരുന്നു. അപ്പോൾ CPIയുടെ പിടിവാശിക്ക് കൂട്ടുനിന്നുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പിണറായി വിജയൻ അറിയിക്കുന്നു. എന്നിട്ട് പറയുന്നു കേന്ദ്രത്തിന് ഞങ്ങൾ കത്തയച്ചിട്ടുണ്ടെന്ന്. പക്ഷേ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് അറിയുന്നത് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് അത്തരത്തിലൊരു കത്ത് പോയിട്ടില്ല. വിദ്യാഭ്യാസ ഡയറക്ടർ മാത്രമാണ് ഇത് പ്രായോഗികമാക്കാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നറിയിക്കുന്ന ഒരു കത്തയച്ചത്. അല്ലാതെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിട്ടില്ല. അവിടെ മുതൽ പറ്റിക്കുകയല്ലേ CPI ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ബിനോയ് വിശ്വം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് ഞങ്ങൾ ചർച്ചകൾ നടക്കുന്നുണ്ട്, കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്, അതെന്തെങ്കിലും ആകട്ടെ, ഞങ്ങൾ എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നുള്ളൊരു സാധനം കൊടുക്കുകയാണ്. ഈ ഇടതുപക്ഷ ആശയങ്ങൾക്ക് CPI കൊടുക്കുന്ന വിലയുടെ പകുതി പോലും CPM സ്വന്തം ഘടകകക്ഷിക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുന്നത്തെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ അവിടെ കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്ത പരിഗണന പോലും CPIക്ക് കൊടുത്തിട്ടില്ല പല ഘട്ടങ്ങളിലും. ഇപ്പോൾ നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും പലപ്പോഴും നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ ഭരിക്കുന്ന സമയത്ത് ഘടകകക്ഷികളോട് ആലോചിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഇപ്പോൾ ഒരു സ്ഥാനം വരുമ്പോൾ തന്നെ അത് പല ഘടകകക്ഷികളും ആലോചിച്ചതിന് ശേഷമാണ് അവർ നടപ്പിലാക്കുന്നത്. പക്ഷേ CPM അങ്ങനെയൊന്നുമല്ല. CPM ഒരു നിലപാടെടുക്കും, CPM ഒരു കാര്യം കൃത്യമായിട്ട് അവർ കൂടി ആലോചിച്ചൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവർ മാറാൻ തയ്യാറല്ല. അതിന് CPI പറഞ്ഞാലും കേരള കോൺഗ്രസ് പറഞ്ഞാലും വേറെ ഏത് ഘടകകക്ഷി പറഞ്ഞാലും CPM എടുത്ത നിലപാട്, CPM-നെ സംബന്ധിച്ച് നമുക്കറിയാം 10 വർഷക്കാലമായിട്ട് CPM-ന്റെ മുഖം എന്ന് പറയുന്നത്, CPM-ന്റെ ശബ്ദം എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നേതാക്കന്മാർക്കും മിണ്ടാട്ടമില്ലായിരുന്നു എന്നതാണ് 10 വർഷക്കാലമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതെ, ഇപ്പോൾ CPM-ന്റെ നിലപാട് എന്നതിനേക്കാൾ ഉപരി അതിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വാക്കെന്ന് പറയുന്നത് അവരുടെ വാശി എന്നുള്ളതാണ്.
അത് നിലപാട് എന്ന് നമുക്ക് വായിക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരൊരു തീരുമാനമെടുക്കുന്നു, ആർക്കെങ്കിലും ഉപകാരം ചെയ്യുന്ന ഒരു തീരുമാനമെടുക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ കണ്ടിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും ഈ വിമതരായി മാറി നിന്ന ജി സുധാകരൻ ആയിക്കോട്ടെ, ഐഷ പൊറ്റി ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള നേതാക്കളെല്ലാം വെട്ടിമാറ്റാനുള്ളൊരു ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അവർ പാർട്ടി വിട്ടുപോയിട്ടുള്ളത്. ഇത് തന്നെയാണ് CPI-യോട് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ മുന്നണി വിടാൻ അവർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇപ്പൊ PM ശ്രീ വിഷയം ഉണ്ടായ സമയം മുതൽ നമ്മളെല്ലാം വിചാരിച്ചിട്ടില്ല, എന്നാലും മാധ്യമ വാർത്തകൾ വന്നിരുന്നത് CPI LDF വിടുന്നു, CPI UDF-ലേക്കോ എന്നുള്ള കോൺഗ്രസ് ക്ഷണിച്ചു. അതെ, CPI നിങ്ങൾ ഇങ്ങനെ നാണം കെട്ട് CPM-നോടൊപ്പം നിൽക്കാതെ ഞങ്ങളോടൊപ്പം വരുമോ, ഞങ്ങൾ സ്വീകരിക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമുള്ള പ്രാതിനിധ്യം തരാം. കോൺഗ്രസ് വിളിച്ചിരുന്നു, കോൺഗ്രസിലെ പല നേതാക്കന്മാരും വിളിച്ചിരുന്നു. അതെ, അപ്പൊ CPI പോകും എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവർ പോകില്ല എന്നുള്ള നിലപാടെടുക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലെങ്കിലും അവരോട് ഒരു രാഷ്ട്രീയ മാന്യത, ഒരു മുന്നണി മര്യാദ പാലിക്കണം എന്നുള്ളതാണ്. ഇത്രയും വിശ്വസ്തരായി കൂടെ നിൽക്കുന്ന ഇപ്പോൾ കേരള കോൺഗ്രസ് M ഇങ്ങനെ കൂടെ നിൽക്കുമോ? കേരള കോൺഗ്രസ് B കൂടെ നിൽക്കാൻ ആളുണ്ടോ? ഇല്ല. ഇതുപോലെ ഒപ്പം നിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറുന്ന സ്വന്തം ഘടകകക്ഷിയെ കൂടെ നിർത്താൻ പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും ഒക്കെ ശ്രമിക്കണം എന്നുള്ളതാണ്. ഈ വിശ്വസ്തരെ തള്ളിക്കളഞ്ഞതിന് ശേഷം ആരെ വെച്ചാണ് ഇനി പാർട്ടി ബിൽഡ് ചെയ്യാൻ പോകുന്നത്? ഇവര് വിചാരിച്ചു കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് പ്രാദേശിക തലങ്ങൾ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ CPM-ഉം CPM-ഉം രണ്ട് ധ്രുവങ്ങളാണ്. എല്ലായിടങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷങ്ങളാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് CPM-ൽ നിന്നും തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി പോകുന്ന, വിമതരായി പോകുന്ന, CPM-നെ ചോദ്യം ചെയ്യുന്ന, CPM-ന്റെ കള്ളത്തരങ്ങൾ പൊളിക്കുന്ന ആളുകളെല്ലാം എവിടേക്കാണ് പിന്നീട് പോകുന്നത്? CPI-യിലേക്കാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടിയിലും ഈ കാര്യങ്ങളെല്ലാം നടക്കും. അടിത്തട്ടിലേക്ക് വരുമ്പോൾ എല്ലാ നേതാക്കന്മാരും വലിയ ഗുണമുള്ള ആളുകളൊന്നും അല്ല. പലരും നിർഗുണന്മാരായിരിക്കും, ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവരെ വിമർശിക്കും. ചിലപ്പോൾ കള്ളം കാണിക്കുന്നവരായിരിക്കും. നമുക്കറിയാം ആലപ്പുഴയിൽ ജി സുധാകരൻ എങ്ങനെയാണ് പാർട്ടിയെ വിമർശിച്ചതെന്ന്. ഒരു കോക്കസാണ് നിയന്ത്രിക്കുന്നത്, ലഹരി കോക്കസ് അല്ലെങ്കിൽ മാഫിയ കോക്കസ്. ഇവരാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പല പ്രദേശങ്ങളും ഇങ്ങനെ വരുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവരെവിടേക്കാണ് പോകുന്നത്? CPI-യിലേക്കാണ് പോകുന്നത്. അപ്പോൾ CPM-നെയും CPI-യും സംബന്ധിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ടാണ്. CPI-യിൽ നിന്നും പിണങ്ങി പോകുന്നവർ CPM-ലേക്ക് പോകുന്നു, CPM-ൽ നിന്നും പോകുന്നവർ CPI-യിലേക്ക് പോകുന്നു. ഇത് ചിലപ്പോൾ ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് അപ്പുറത്തേക്ക് പോവാം. ഇതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഈ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. SFI-യും AISF-ഉം തമ്മിലുള്ള പോരാട്ടങ്ങൾ. ഇപ്പോൾ പല കോളേജിൽ കലാലയങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാലും ഒന്നിൽ SFI ഉണ്ടാകും, അല്ലെങ്കിൽ AISF ഉണ്ടാകും. ഇങ്ങനെയാണ് സാധാരണ പോകാറുള്ളത്. പക്ഷേ ഈ രണ്ടും യൂണിറ്റുകളും ഉള്ള കലാലയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, തൃശ്ശൂരിലെ ചില കലാലയങ്ങളൊക്കെ ഉണ്ട്, എടുത്തു നോക്കുകയാണെങ്കിൽ അവർ തമ്മിൽ വലിയ പോരാണ് നടക്കുന്നത്. ഇതിന്റെ മറ്റൊരു രസം കൂടെയുണ്ട്. ഈ കലാലയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഈ അല്ലാത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് CPM-ഉം CPI-യും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ കലാലയങ്ങളിലേക്ക് വരുമ്പോൾ SFI-ക്കെതിരെ നിൽക്കുന്നത് ചിലപ്പോൾ AISF-ഉം KSU-യും ഒന്നിച്ചായിരിക്കും. പല ക്യാമ്പസുകളിലും നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിലൊരു അന്തർധാര ഉണ്ടാവും, SFI-യെ പൊളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, ബേസിക്കലി ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ SFI-ക്ക് ഒരു ആധിപത്യ മനോഭാവമുണ്ട്. ഇവർക്ക് മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ LDF-ന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാം ഘടകകക്ഷി എന്ന് പറയുന്നത് CPM ആണ്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് SFI-ക്കും ഉണ്ട്. ഞങ്ങളാണ് വലുത്, അവർ ഞങ്ങൾക്ക് താഴെ നിൽക്കേണ്ടവരാണ് എന്നൊരു തോട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ CPM CPI-യുടെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബിനോയ് വിശ്വം അല്ലെങ്കിൽ MA ബേബി അല്ലെങ്കിൽ ഈ പറയുന്ന CPI-യുടെ മുതിർന്ന നേതാക്കളെല്ലാം ഞങ്ങളുടെ തണലിൽ വളരേണ്ടവരാണ്, ഞങ്ങളുടെ തണലിൽ പ്രവർത്തിക്കേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത CPM-നുണ്ട്. ഇതെന്ന് മാറുന്നോ അപ്പോൾ മാത്രമേ LDF എന്നുള്ള മുന്നണിക്ക് ഒരു അതോടനെ മാറും. കാരണം 10 വർഷമായിട്ട് അധികാരത്തിലിരുന്ന പാർട്ടികളാണ്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അധികാരം ഉണ്ടല്ലോ. 99 സീറ്റിലേക്കൊക്കെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വീണ്ടും വിചാരിച്ചത് വീണ്ടും 5 കൊല്ലം കൂടെ പോകാമെന്നാണ്. ഇനി അധികാരമില്ലാത്ത കാലഘട്ടത്തിലാണ് ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നതും കൃത്യമായിട്ട് നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകാൻ പോകുന്നതും. കാരണം അധികാരമുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അപകർഷണങ്ങൾക്ക് വേണ്ടി അടിയുണ്ടാക്കാം. പക്ഷെ അധികാരമില്ലാത്ത സമയത്ത് ജനങ്ങൾ മാത്രമേ കൂടെ കാണൂ. ഈ പാർട്ടി സംവിധാനം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ തീരും സംവിധാനം.